ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ബിസ്കഫ് ട്രഷേഴ്സസ് ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വേണം, മിൽക്ക് മെയ്ഡ്, ബിസ്കോഫിൻ്റെ സ്പ്രെഡ്. ആദ്യമേ നമ്മൾ ഒരു മിക്സി ജാറിലാണ് ഞാൻ ആദ്യം വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഫ്ലഫ് ചെയ്തെടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്ലഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 250 ml പാല്, അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ലോട്ടസ് ബിസ്കഫിൻ്റെ സ്പ്രെഡ് ഇട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ലോട്ടസ് ബിസ്കഫിൻ്റെ സ്പ്രെഡ് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു കേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഒരു ടിന്നിലേക്ക് ഈ കേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുക അതിനകത്തോട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ മിക്സ് എടുത്ത് ഈ മിൽക്ക് മെയ്ഡിൻ്റെയും ലോട്ടസ് ബിസ്കഫിൻ്റെയും മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുക. നല്ലപോലെ സോക്കാണ്. ഇത് നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കി വച്ചേക്കുന്നത് ഇടുന്നത്. വിപ്പിംഗ് ക്രീം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഇത് ലെയർ ചെയ്ത ശേഷം നല്ല ഫ്രഷ് സ്ട്രോബെറി മേളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊരു 1/2 hour നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ നമ്മൾ 1/2 hour ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുത്ത സ്ട്രോബെറി ബിസ്കഫ് ട്രഷ്ലെഷസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. ഇത് അജലി ഉണ്ടാക്കിയത് എന്താ ടേസ്റ്റ് എന്നറിയാം. സ്ട്രോബെറി എടുത്ത് അകത്തുനിന്ന് എടുക്കണം. ഇത് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയതാണ്. വാ, കണ്ടോ, ഈ കേക്കിന് നല്ല രുചിയുണ്ട്. എൻ്റെ മോൾ ഉണ്ടാക്കിയതായോണ്ട് പറയുകയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും നല്ല രുചിയുണ്ട്. Very good.